CSR ഫണ്ട് തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനെതിരെ കേസെടുത്തു. മലപ്പുറം സ്വദേശി കെ റിൻഷാദിന്റെ പരാതിയിലാണ് കടവന്ത്ര പോലീസ് കേസെടുത്തിട്ടുള്ളത്. സുപ്രീംകോടതി അഭിഭാഷകനാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പെന്ന പരാതിക്കാരൻ. ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്ററും കേസിൽ പ്രതിയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന റിൻഷാദിനെ ബിജു ജോർജ് എന്ന പേരിലാണ് ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നത്. താൻ സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനാണെന്നും ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ ഭാര്യയാണെന്നും പറഞ്ഞു. വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് CSR ഫണ്ട് തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് 29 ലക്ഷത്തോളം രൂപ തട്ടി. തട്ടിപ്പിന്റെ ഭാഗമായി ആദ്യം റിൻഷാദിനെ കൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിച്ചു. 1500 കോടി CSR ഫണ്ടായി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചു. ഫണ്ട് അനുവദിച്ചു കിട്ടുന്നതിന് ട്രസ്റ്റിന്റെ പേരിൽ പ്രൊജക്ടുകൾ ചെയ്യണം, കമ്മീഷൻ നൽകണം. ഇതിന് പണം വേണമെന്നായിരുന്നു പിന്നീടുള്ള ആവശ്യം. ഒരുപാട് ട്രസ്റ്റുകൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരുപാട് ട്രസ്റ്റുകൾക്ക് ഞാൻ പൈസ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര രീതിയിലുള്ള ഞങ്ങൾ പുള്ളിയുടെ മീറ്റിംഗ് ഹോളിഡേയിലും അതുപോലെ തന്നെ മരട് കുണ്ടന്നൂരുള്ള ട്രൈബോട്ട് ഹോട്ടൽ, ഷുഗർ ഹോട്ടൽ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് മീറ്റിംഗ് കൂടാറുള്ളത്. അങ്ങനെയാണ് ഇദ്ദേഹം CSR ഫണ്ടിൻ്റെ ആദ്യത്തെ കുറച്ച് കമ്മീഷൻ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പല രീതികളിൽ ഇദ്ദേഹം എന്നെ വലയിലാക്കിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെയും പറഞ്ഞ് ഇതായിട്ട് പുള്ളി പല തവണകളായിട്ട് 8ഓളം തവണകളായിട്ടാണ് ഞാൻ 28 ലക്ഷം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 27,50,000 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ആ പൈസ വാങ്ങുന്ന സമയം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് അവകാശപ്പെട്ട അഡ്വക്കേറ്റ് നിഷ പീറ്ററും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഇത് മറ്റേ ബിജു രാധാകൃഷ്ണനാണ്, സോളാർ കേസിൽ 1-ാം പ്രതിയാണ്. ഇതൊരിക്കലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ MD ആയ ബിജു രാധാകൃഷ്ണനെ കൂടാതെ മറ്റു ഭാരവാഹികളായ നിഷ പീറ്റർ, ബെർലിൻ, വേണുഗോപാൽ എന്നിവരും കേസിൽ പ്രതികളാണ്. ഫണ്ട് ലഭിക്കാതെ വന്നത് തിരക്കിയപ്പോൾ നിഷയിൽ നിന്ന് ഭീഷണി നേരിട്ടെന്നും റിൻഷാദ് പറയുന്നു. ഈ നിഷയും കൊല്ലത്ത് ചീറ്റിങ് 30 ലക്ഷം രൂപയോളം ചീറ്റ് ചെയ്ത കേസിലെ പ്രതിയാണ്. FIR ഇട്ടതൊക്കെ ഞങ്ങൾക്ക് പിന്നെയാണ് വേറെ ആളുകളൊക്കെ ഇതിൻ്റെ പുറകെ പോയപ്പോൾ ഞങ്ങൾക്ക് ആളുകളൊക്കെ ഇത് അയച്ചു തരുന്നത്. നിഷ പിന്നെ ഭയങ്കര രീതിയിലുള്ള ഭീഷണി, ഒരു രക്ഷയിൽ അത് പുറത്ത് പറഞ്ഞ കൊന്നുകളയും, നിന്റെ കുടുംബത്തെ ഇല്ലാണ്ടാക്കും. സോളാർ കേസ് CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ എന്തും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു മന്ത്രിസഭ മുഴുവൻ താഴെയിട്ട ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ നീ എന്ത് ചെയ്യാനടാ? ഇത് ബിജു രാധാകൃഷ്ണനാണ്, ബിജുവിനെ സംരക്ഷിക്കുന്നത് ഞാനാണ്, ബിജുവിനെ എല്ലാ ചെലവും കൊടുത്ത് സംരക്ഷിക്കണം, ബിജുവിനെ എല്ലാത്തിനും കൊടുക്കുന്നത് ഞാനാണ്, നീ എന്ത് ചെയ്യും? ഭയങ്കര ഭീഷണിയായിരുന്നു. തട്ടിപ്പ് നടത്തിയത് ബിജു രാധാകൃഷ്ണനാണെന്ന് അറിയുന്നത് സുഹൃത്തുമായി വിവരം പങ്കുവച്ചതോടെയാണ്. മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.